14 ആൾക്കാരായിട്ട് അന്ന് മരിച്ചു വീണു. 6-7 കുടുംബം വീട് ഒലിച്ചു വീണു. ഭയങ്കര വൈക്കാട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പാടാ ഇത്. Oh my god, അമരാട് വാട്ടർഫാൾസ് ഉണ്ട്. അവിടെ ഫേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒറിജിനൽ കോക്കനട്ട്. Oh man, we got this. നിന്നോട് ഞാൻ ദൈവം ചോദിക്കടാ. ഹലോ, എല്ലാവർക്കും അർജുൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. കട്ടിപ്പാറ ഒരു വെള്ളച്ചാട്ടം പറയുന്നിട്ട് കുറവാണ്, കണ്ടന്റ് ഉണ്ട്. മറ്റേ യൂട്യൂബിലൊക്കെ സാധനം വന്നിട്ടുണ്ട്. 1.5K ഒക്കെ വീഡിയോ കിടപ്പുണ്ട്. പക്ഷെ ഒന്നും കൂടി നമ്മളൊന്ന് പോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോരാ വിചാരിച്ചു. നമ്മളെ കുറച്ച് ചെക്കന്മാരോട് ജോയിൻ ചെയ്യാണ്ട്, കസിൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് എങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെ ഏതൊരു കൊണ്ട് സാധാരണ മാതിരി ഇവിടുന്ന് ഇറങ്ങാം, പോവുക, അങ്ങനെ പോയി ഒരു കുളിയൊക്കെ കുളിച്ച് പോരാ. അതാണ് സ്കീം. ഓക്കെ, അപ്പോൾ എന്തായാലും പോയേക്കാം. സ്പോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെക്കാം. കോഴിക്കോട് നല്ലൊരു സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. കുറവാണ് പൊതുവെ. അപ്പോൾ ഒന്ന് പോയി നോക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ആ റൂട്ടിലേക്ക് എത്തി. ഇതിപ്പോൾ കറക്റ്റ് പോകേണ്ട വെച്ചാൽ നമ്മൾ വരുന്നത് കുന്നാലം നരിക്കുനി സൈഡിൽ നിന്നാണ്. ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ മാപ്പിട്ട് പോയാൽ മതി. അമരാട് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ മാപ്പിട്ട് പോയത്. അതിപ്പോൾ നമ്മൾ കട്ടിപ്പാറ റൂട്ടിലേക്ക് കയറി. മുടിയൊക്കെ സ്പൈക്കായിരിക്കും. ഇതാണ് റൂട്ട്. എവിടെയോ റബ്ബർത്തോട്ടത്തിൽ എത്തിക്കുക. അവിടെ ദൂരെ താങ്കൾക്ക് ഹിൽസ് കാണാൻ കഴിയണ്ട. എവിടെയൊന്നാണ് ഇതിലെവിടെയൊന്നാണ്. 7 കിലോമീറ്ററും കൂടി ഇനി ഒരു 7 കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടെ നിന്നോട്ട്. ഇത് കണ്ട ഗായ്സ്, നടുപുത്തനാണ്. മോള് പുത്തനുള്ള മറ്റേ ഇത് ഇവിടെ ഉരുള് പൊട്ടി, മലപ്പുറത്ത് ഉരുള് പൊട്ടിയ സമയത്ത് ഉരുള് പൊട്ടിയ ഏരിയ കേട്ടോ അത്. കട്ടിപ്പാറ കോഴിക്കോട് ഫേമസ് ആയ ശരിക്കും ഇതിന്റെ സെറ്റപ്പ് മറ്റേ പ്രകൃതി രമണീയമുള്ളതല്ല, അവിടെ ഉരുള് പൊട്ടിയ സമയത്താണ്. അതിൽ 14 ആൾക്കാരായിട്ട് അന്ന് മരിച്ചു വീണു. 6-7 കുടുംബം വീട് ഒലിച്ചു വീണു. ഗൈസ് നോക്ക് ഗൈസ്, നമ്മൾ മല എന്ന് പറഞ്ഞൂടാ, ഒരു കുന്ന്. മലയല്ലടാ, കുന്ന്. അതെ ഗൈസ്, പിന്നെ അവിടെ ബൈക്കിൽ ഇറക്കിയിട്ട് അവനത് പോ. നേതർ പോലും കയറിയില്ല ഗൈസ്. അമ്മാതിരി കയറ്റം, ഭീകര കയറ്റാട്ടോ. അത് കൊടുങ്കുത്തനുള്ള കയറ്റ. ഓട്ടോല ഏടിയാ വണ്ടി പോവില്ല. നീ അങ്ങോട്ടൊന്നും പോവില്ലല്ലേ? വണ്ടി പോവില്ല ഗൈസ്, പോയി നോക്കണ്ടേ വരും. സ്ഥലം ഇവിടെ തന്നെയാണ്. ഓയ് ഹലോ, സീരിയസാ? ക്യാമറ കണ്ടു സീരിയസാ? ആര് ഇല്ല, ഫസ്റ്റ് ടൈം. വെള്ളല്ലേ കേറ്റാൻ കയറി. എന്തായാലും പോയാ പറ്റും. ഞങ്ങള് വീഡിയോ എടുത്തോ. ഇനി ഇത് ബാക്കിയില്ലാതാക്കാൻ പറ്റൂല. വെള്ളം കിട്ടും, ഈ ഇറങ്ങ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇത് നടന്ന് കയറാനുള്ള ഒരു പരിപാടിയിലാണ്. ഇവിടെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നിൽക്കുന്നുണ്ടതാ കണ്ടാ. ഈ ഒരു ഏരിയയിൽ ഇത് ഫുള്ള് നമ്മളെ കൂടെ കയറാനുള്ളവരാണ്. ഇവർ കാറ് വെച്ച വരാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കാത്തിക്കാണ്. ഓരപ്പം നമ്മളെടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കയറും. ഇതാണ് നമ്മളെ വഴി. ഭയങ്കര നെടുക്കുത്തനുള്ള കയറ്റാണ്. കണ്ടിട്ട് നോക്കുക, നടന്ന് നോക്കുക. അതൊക്കെ ഒരു രസമല്ലേ. വെള്ളമില്ല എന്നൊക്കെ ഇവിടുന്ന് താഴത്തുനിന്ന് പറയുന്നത്. അഥവാ മുകളിൽ ചെന്ന് വെള്ളമില്ലെങ്കിൽ ഞങ്ങളെ തെറി വിളിക്കരുത്. ഓക്കെ, കാരണം ഞങ്ങൾക്ക് അറിയൂല. ഇങ്ങനെയാണല്ലോ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കാം. കോഴിക്കോട് പൊതുവേ എല്ലാതും കുറവാണെന്നാണ് ഒരു വെപ്പ്. അപ്പൊ നമ്മള് പുതിയ സ്ഥലങ്ങൾ കണ്ടിടിച്ച ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു സാധനമാണ് നമ്മൾ നമ്മളങ്ങനെ കേറി ഇങ്ങനെ പോകുമ്പോ കുറച്ച് ഭയങ്കര കേട്ടോ. ഇതണ്ടാ ഫുള്ള് കണ്ടാ, ഭയങ്കര കുത്തനുള്ള കയറ്റാ. അങ്ങനെ നടന്ന് കയറാനുള്ളൊരു ഇങ്ങനെ നോക്കുകയാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം. നമ്മുടെ കൂടെ ഉള്ളവര് കയറി വരുന്നുള്ളൂ. ഓക്കെ, നോക്കണ്ട, കരിമല കയറി പോന്ന കാണുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നാലേ കാണും. കിതച്ചിട്ടല്ല മെല്ലെ വരുന്നത്. പിള്ളേരെയൊക്കെ തോളത്ത് വെച്ച് ഓടി വരുന്നുണ്ട് ഓരോരുത്തരായിട്ട്. വെള്ളച്ചാട്ടം പിന്നെ താഴത്താന്ന് വിചാരിച്ചായി. ഓയ്
വ്ളോഗാണ്. ഹലോ തോന്നണോ പറയാറില്ല. ഹായ് ഗൈസ്, കിതച്ചോണ്ടല്ല മെല്ലെ വന്ന് മുകളിലെത്തിയിട്ട് കിതക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ മെല്ലെ വരുന്നത്. അതെ 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 അതെ, അക്കാര്യത്തിൽ പിന്നെ ആർക്കും മോനെ കിതച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ സംശയമൊന്നും ഇല്ല ആർക്കും അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിലെത്തിക്കുന്നു. നല്ല കയറ്റുണ്ട്, പിന്നെ ഓവർ കിതക്കാനൊന്നുമില്ല. എന്നാലും ഇവിടെ ഒരു ബോർഡ് പോരാ, അമരാട് വെള്ളച്ചാട്ടം. പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി, ഇവിടെ തന്നെ ഇത് മുകളിൽ തന്നെ. ഞാൻ ഡ്രസ്സ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാം. നല്ല വഴി കേട്ടോ, പക്ഷെ നോക്കി ഇറങ്ങണം. നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തി. ഓവർ വെള്ളമല്ല കേട്ടോ ഗൈസ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുന്നുണ്ട്. നല്ല സ്ഥലം. കുളിക്കുക, ഈ ചാടുന്നോ നോക്കണേ. ഗൈസ് ഭാഗ്യത്തിന് വെള്ളമുണ്ട്. അമ്പ നല്ല വൈക്കലുണ്ട് ഗൈസ്. ഇതിവിടെ നല്ല വെള്ളം ഉണ്ട്. അതിപ്പോൾ ഇവിടെ വന്ന സമയം അത്ര ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറച്ച് കുറവ്. പിന്നെ മുകളിലേക്ക് ഉണ്ടാവും, മുകളിലേക്ക് കൊണ്ട് വെള്ളച്ചാട്ടം വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് കയറി വെക്കാം തൽക്കാലം. ഇവിടെ നല്ല പച്ചപ്പ് ഓല് വരുന്നുണ്ട്. അതെ, ചീത്ത വെള്ളം ആ ഇവിടെ നോക്കിക്കോ. ചാട് ഇതിങ്ങനെയൊന്നല്ല, പെരുമഴയത്ത് വരാം നമുക്ക് അടുത്ത പ്രാവശ്യം. നിന്നോട് ഞാൻ ദൈവം ചോദിക്കടാ. എടാ മോളേക്ക് ഉണ്ടടാ, ഇതല്ല 2-3 ഉണ്ട്. ഓ ഇനിയുണ്ട്. ഇപ്പൊ മോളെ പോയോക്കാം. എന്ത് പ്രശ്നമില്ല, ഓനെ അടുക്കാം. ഞാൻ വെറുതെ പറഞ്ഞ. അതെ അതെ, അതൊന്നും കാര്യാക്കല്ലേ. അമരാട് വാട്ടർഫോൾസ് ഇറങ്ങാൻ പറ്റൂല അറിയാം. അല്ലെ പിന്നെ ഇവിടെ ഇറങ്ങി നോക്കണം. അതെ, ഇവിടെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ നല്ല സെറ്റപ്പുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ നടന്ന വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. വെള്ളച്ചാട്ടത്തിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ മെയിൻ അങ്ങോട്ട് പിന്നെയും 2-3 ചാട്ടായിട്ട് വരുന്നുണ്ട്. സംഭവം എന്താ വെച്ചാല് വേറെ നമ്മൾ കയറി വന്ന വഴിക്ക് തന്നെ കണ്ടിന്യൂഷൻ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു അതായിരിക്കും വഴി എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല വഴി. ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇഴങ്ങി വന്ന ആ ഒരു ഇതില്ലേ നമ്മളെ വെള്ളച്ചാട്ടം, അത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ഒരു പറമ്പിൻ്റെ സൈഡിൽ കൂടിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയില്ലേനും. അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്ത്, ഞാൻ നേരെ അപ്പുറത്ത് ഒരു ടീമുണ്ടായിരുന്നു, ഓരോടത്തേക്ക് കയറി പോയിട്ട് ഒരിടത്ത് വഴിയൊക്കെ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഈ കൂടിയാണ് വഴി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ മുകളിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് കാണിച്ചു തരാ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഓക്കെ, അതായത് മക്കളെയും പിള്ളേരും ഇങ്ങനത്തെ കണ്ടോ, അതേമാരത്തെ ഈ സാധനത്തിന് മുകളിൽ കൂടെ ഒക്കെ ചവിട്ടിയിട്ട് കയറണം. അപ്പം ഞാൻ എൻ്റെ ഇതും ക്യാമറ കൊടുക്കാനേ. ഓക്കെ, ഫസ്റ്റ് ആദ്യം ഞാൻ ഇങ്ങനെ കയറുന്നു. ഓക്കെ, ലൈക്ക് ദിസ് വി ഹാവ് ടു ക്ലൈംബ് ദിസ് വോൾ. നമ്മുടെ മനമേ തീപ്പട്ടിക്കോലെ. അമ്മച്ചനാടെ സെറ്റപ്പ് ഇനി പണ്ട് സാനച്ചിന്റെ അവിടെ അമ്മച്ചാടെ കയറേ. ശശി ഗതകാല സ്മരണകൾ അയവിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ കാണിച്ചു കൊടുക്കുക റബ്ബർ ഷീറ്റിന്റെ മെഷീൻ. ആ, റബ്ബർ ഷീറ്റ് അടിക്കണ ഏരിയ ആണ് കേട്ടോ. കണ്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ചുമ്മാ അങ്ങനെ കയറി പോവല്ലേ. ഇത് കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഇതുണ്ടോ അവിടെ അതിൻ്റെ ഒഴിച്ചിരിക്കുന്ന പാൽ ഒഴിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഭയങ്കര ആംബിയൻസ് ആയിരുന്ന വഴി കേട്ടോ. ഫുള്ള് മറ്റേ ചെടിയും വള്ളിയും വലയൊക്കെ ആയിട്ട് ഒരു വഴി, ഒരു കുഞ്ഞി വഴി. ഓക്കെ, നമ്മൾ വീണ്ടും ഉള്ളിലെത്തിയിരിക്കുകയാണ്. അമ്മോ,
പേടിച്ചു പോയി. കണ്ടാ വലിയൊരു കല്ലിതാ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെങ്ങാനും ഈ സാധനം എങ്ങാനും ഇപ്പോൾ പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ ഇവൻ്റെ തലയിൽ കൂടെ ഒരൊറ്റ പോക്കങ്ങ് പോകും. അവിടെ കയറി പോ കയറല്ലേ ഇറങ്ങുക. ഏത് അങ്ങോട്ടേക്കല്ല, അതിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ അവിടേക്കാണ് വഴി. ഇതാണിപ്പോൾ ഞാൻ പോയോക്കിന്ന് പറഞ്ഞു. ഓഹോ ഇത് ഭയങ്കര റിസ്കി വഴികളാണ്. എന്താവും എങ്ങനെ പോവും എന്നൊന്നും അറിയാൻ പാടില്ല. ചെക്കന്മാർ ഇതാ ഇവിടുന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു കുഴി മാതിരി ഒരു സംഭവമുണ്ട്. നമ്മൾ ഇനി മുകളിലേക്ക് കയറുകയാണ്. ഓക്കെ, നല്ലൊരു വെള്ളച്ചാട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നടന്നു അതിസാഹസികന്മാർക്ക് മാത്രം വരാൻ പറ്റുന്ന റൂട്ടായിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓ മാൻ, വി ഗോട്ട് ദിസ്. ഒരു മ്യാരക സാധനം വരാണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. പിള്ളേർ സെറ്റിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കാണ്ട്. ഓക്കെ, ടീം ഈ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഒരു കണ്ടാ ഇതങ്ങനെ സനുവിന് വിളി പോയിട്ട് നടക്കുന്നു. കാണിച്ചു കൊടുക്കാതെ നോക്ക്. കണ്ടാ ഇതാ ഇവിടെ നമ്മളെ വേറെ പയ്യന്മാരൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഇതാ അപ്പൊ ഇനി ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും എല്ലാം പോലെ. അപ്പൊ നമ്മൾ ഒന്നും കൂടി കയറാം നോക്കാം മുകളിലേക്ക്. ഓക്കെ, ഇതിലും അടിപൊളിയാന്നാ എല്ലാരും പറയുന്നത്. അപ്പൊ നമ്മൾ കയറി നോക്കാം. ലെറ്റ്സ് കം ഓൺ. അമരാട് വാട്ടർഫാൾസ് അവിടെ ഫേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒറിജിനലും കോക്കനട്ട്. അപ്പൊ നമ്മൾ ഇനി മുകളിലേക്ക് കയറുകയാണ്. ഹേ ഗായ്സ്, എന്ത് പാടാ ഇത്. ഓ മൈ ഗോഡ്, ഒരുത്തൻ കേറി വയറാണടേ അത് കരിഞ്ഞു പോകും വര. അങ്ങോട്ട് കാണിച്ചു കുത്തനെ. ഈ വഴിയാണ് നമ്മൾ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. നടക്കാം കേട്ടോ. തൽക്കാലത്തേക്ക് ക്യാമറേൻ്റെ സേഫ്റ്റിക്ക് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോഴിക്കോട് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ എന്തേ അറിഞ്ഞില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തന്നെ. ഇത് സാധാ ആൾക്കാർക്ക് വരാം കേട്ടോ. മക്കളെയും പിള്ളേരും ഒന്നും എടുത്ത് കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്നാൽ മതി. മക്കളെയും പിള്ളേരൊക്കെ എടുത്ത് കയറാൻ ചങ്കർപ്പുള്ളവർക്ക് വരാം. അത്ര സീനൊന്നുമില്ല. മുകളിലെത്തിയപ്പോൾ നമ്മളെ കൂടെയുള്ള മറ്റേ അർജുന് ഒരു ഉത്ഭയം. കയറാൻ പറ്റൂലേ എന്ത് പറയുന്നു ഗൈസ്? നിങ്ങൾ കയറാൻ പറ്റുമല്ലോ? ഓക്കെ, എന്നിരുന്നാലും കയറി കണ്ടിട്ട് നമ്മൾ പോകുള്ളൂ. ഇവിടെ കുറേ ഏട്ടന്മാർ അവിടെ കയറി തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഉണ്ടാ ഒരു കവറും ഷൂസും ഫുൾ സെറ്റപ്പായിട്ടാണ് പോയി വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് മുകളിലേക്ക് കയറി നോക്കാം ഗൈസ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിസിൽ പോയിന്ന് വരും. എന്നാലും ഞങ്ങളെ കൂടെ നിൽക്കുക. ഇതിങ്ങനെയുള്ള കയറ്റായതിനെ കൊണ്ടാണ് കഴുത്തിൽ ഇട്ടിട്ട് എടുക്കണേ. പോയി ഇപ്പം തന്നെ പോയത്. നമ്മൾ മുകളിൽ അവൻ അവിടെ നിന്ന് പേടിയാവുന്നുണ്ട്. നമുക്കെന്തോ പറ്റുമോ? അമ്മേ, ഓക്കെ, അപ്പോൾ പിള്ളേർ നേരത്തെ ഇറങ്ങിയാണ്. ഇതാണ് നമ്മളാ റീലിൽ കണ്ട സ്പോട്ട്. അപ്പോൾ നമ്മൾ റീലിൽ കണ്ട സ്പോട്ട് ഇതാണ്. അത്ര എളുപ്പമൊന്നല്ല എത്തിപ്പെടാൻ. എന്നാലും
ഒപ്പിക്കാം കേട്ടോ. ഇവിടെ നിന്നാണ് ഒരു വാട്ടർഫോൾസ് വരുന്നത്, ഇവിടെ നിന്നാണ് വേറൊന്ന് വരുന്നത്. ഓക്കെ, അതെല്ലാം കൂടി ഇവിടെ ഈ ഒരു കുഴിയിൽ വന്ന് പതിച്ചിട്ട് അവിടെ നിന്നാണ് അങ്ങനെ വെള്ളം പോകുന്നത്. കണ്ടാ കണ്ട കണ്ടാ കണ്ടാ പിള്ളേർ തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്കും തിരിച്ചിറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വാട്ടർഫാൾസ്. ഒന്നുകൂടി കാണിച്ചുതരാം. ഇതാണ് വ്യൂ, ഇതാണ് നമ്മൾ കണ്ട വ്യൂ എന്ന് പറയുന്നത്. ഇത് ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാം, പക്ഷെ കുറച്ച് ടാസ്ക്കാണ് അത്. ഓക്കെ, തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് കാലുവെച്ച് ഇവിടേക്ക് കാലുവെച്ച് അങ്ങനെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. എന്താ ഭയങ്കര സ്റ്റീപ്പാണ്, ഇത്തരമുള്ള പാറയാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. എന്താ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വയ്യ. മിക്കവാറും താഴത്തിറങ്ങിയിരിക്കുന്നുണ്ട് ആള്. എൻ്റെ അമ്മ ഇവിടെ ഭയങ്കര വൈക്കാട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കാൽ പോയത്. ഇതാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ അമരാട് വെള്ളച്ചാട്ടത്തിന്റെ മെയിൻ കുറച്ച് ഉയരമുള്ള വെള്ളച്ചാട്ടം. ഒരു വലുപ്പത്തിൽ വരുന്ന വെള്ളച്ചാട്ടം ഇതാണ്. അതെ അതെ, നമ്മൾ മുകളിൽ വരെ കയറി വെക്കും. മുകളിൽ കയറി നോക്കിയാൽ അത് ഞാൻ ഏറ്റവും ടോപ്പ് വരെ പോയി. ഞാൻ അതിന്റെ നേരെ താഴത്ത് ഇറങ്ങി, അത്ര കോൺഫിഡൻസ് കിട്ടിയില്ല. രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ കാണിച്ചെന്നല്ലോ ഞാൻ. അതുമാതിരി രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷെ വലിപ്പം അത് മുകളിൽ കുത്തനെ കുറച്ച് വെള്ളമായിട്ടേ വരുന്നത്. ഇതാണ് കുറച്ച് അധികം വെള്ളമായിട്ട് വരുന്നത്, നല്ല വലിയൊരു സ്പോട്ട് വരുന്നത്.